സാറ് സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് കൾച്ചറിനെ കുറിച്ച് അച്ഛനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വോയിസ് എന്ന് പറയുന്നത്? അപ്പം ഈ വോയിസ് കൾച്ചർ പഠിച്ചെടുക്കാൻ കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നാടകത്തിൻ്റെ ഒരു പ്രാക്ടീസ് കൊണ്ടായിരിക്കാം ആദ്യമേ മുതൽ തന്നെ വോയിസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നാടകത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇത് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ പലപ്പോഴും വിജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് വിജയരാഘവൻ ചേട്ടൻ ശരിക്കും ഒരു പ്രായമുള്ള ഒരാളാവുമ്പോൾ ആ പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ വോയിസ് കൾച്ചർ പഠിച്ചുകൊണ്ടാണ്. വോയിസ് എത്രത്തോളം ആർട്ടിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു പുറം രാജ്യങ്ങളിലൊക്കെ വോയിസ് കൾച്ചറിൽ മാത്രം പഠിക്കാൻ 2-3 വർഷത്തെ കോഴ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ അഭിനയം എന്ന് പറഞ്ഞാൽ നേരെ സഞ്ജീവ് നോക്കി വെറുതെ അങ്ങ് പോകുന്നത് അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര സംശയം. എനിക്കിത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാന്ന് എനിക്ക് പേടിയാണ്. ആദ്യത്തെ ദിവസം ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പേടിയാണ്. അപ്പം എന്നോട് കുട്ടികളുടെ പേടിയുണ്ടോ? അപ്പം കൂടെയുള്ളൂ. ഞാൻ സത്യം എനിക്ക് പേടിയാണ്. എന്നെ ടെൻഷനാണ് എനിക്കപ്പം ദേഷ്യം വരും. മേക്കപ്പ് മാനോട് ഞാൻ വഴക്കുണ്ടാക്കും. അത് ശരിയല്ല, ഇത് ശരി എന്ന് വെച്ചാൽ എൻ്റെ ഇറിറ്റേറ്റഡായി ഞാൻ. എനിക്ക് അതൊന്നും ആയി കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ കുഴപ്പം ഞാൻ പലരിലേക്കും ചാരുന്നതാണ്. അവനെ കിട്ടുമ്പോൾ ഇവനെ ഡ്രസ്സിങ്ങിനല്ല, ഇതൊന്നും ശരിയായി കിട്ടാനുള്ള എൻ്റെ കുഴപ്പമാണത്. അവർക്ക് എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ അറിയാം ഇതിൻ്റെ. നാടകത്തിൽ 90% നാടകം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത് 100% ശരിയെന്നല്ല, 90% അതിൻ്റെ ഒരു വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നാടകം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളൊരു 3 റോയ്ക്ക് അപ്പുറം ഇരിക്കുന്നവർ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണു നിറയുന്നതോ ഒന്നും. പിന്നെ ശബ്ദം കൊണ്ടാണ് നമ്മൾ അത് എത്രമാത്രം ശബ്ദ നിയന്ത്രണം നമുക്ക് സാധിക്കുന്നു അത്രമാത്രം പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഫേഷ്യൽ എക്സ്പ്രഷൻ അത്രയും അവിടെ പ്രകടമായാലും അവർക്ക് കാണാൻ പറ്റില്ല, അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഒരു 5 റോ 6 റോ കഴിഞ്ഞാൽ അവന് അറിയില്ലല്ലോ നമ്മുടെ മുഖത്തെ മൈന്യൂട്ട്സ് എന്താണുള്ളത്. സിനിമ അതല്ലല്ലോ. സിനിമ നമ്മുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടായാൽ പോലും സിനിമയെ മനസ്സിലാവും. അത്ര ക്ലോസ് ആയിട്ട് വയ്ക്കരുത്. അപ്പം ഇതിന് നടനെ സംബന്ധിച്ച് അവൻ വോയിസ് കൾച്ചറിൽ നല്ല പോലെ അതിനെപ്പറ്റി കൺട്രോളുള്ള ഒരുത്തിന് മാത്രമേ നല്ല വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ പറ്റൂ. ഏറ്റവും വലിയ ഉദാഹരണം തിലകൻ ചേട്ടൻ്റെ ശബ്ദ നിയന്ത്രണമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആക്ടർ എന്നുള്ളതിന്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് സൗണ്ട് മോഡുലേഷനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലും അങ്ങനെയാണ്. അല്ലാതെ വലിയ ബോഡി ലാംഗ്വേജ് ഭാഗം കൊണ്ടല്ല. പ്രത്യേകം നടപ്പൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതിയുണ്ട്. ശബ്ദ നിയന്ത്രണം തിലകഞ്ചനെ വെട്ടാൻ ആരുമില്ല, അത്ര ഗംഭീരമാണ്. അത് നാടകത്തിൽ നിന്നുള്ളതാണ്. ഈ പറഞ്ഞ നാടകത്തിൽ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രഹസ്യേന പറയുന്നത്. ഇത് അങ്ങനെ അടുത്തെത്തിക്കുന്നതും കേൾക്കണം. 8 നാടും പൊട്ടേ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഭാവം ഉണ്ടാവണം ശബ്ദത്തിൽ ആ ഭാവം ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അത് ഒരു രഹസ്യമാണെന്ന് തോന്നണം. വിളിച്ചു പോകുന്ന ഡയലോഗുകളല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്തതൊക്കെ ഒരു കൊച്ചുകുട്ടിയൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളായി സംസാരിക്കുമ്പോൾ തൊണ്ടെന്നാ സംസാരിക്കും. അമ്മ അച്ഛ വാഗണ്ട സംസാരിക്കും, ഇവിടെ കൊണ്ടാണ് സംസാരിക്കുന്നത് കുട്ടികൾ. അത് പ്രായമായി വരുംതോറുമാണ് ശബ്ദം മാറി മാറി ഇങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചില്ല, 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ശബ്ദം മാറുന്നു, വോക്കൽ കോഡൊക്കെ കുറച്ച് ഇതാകുന്നു, അവൻ്റെ ശബ്ദം പുരുഷ ശബ്ദമാകുന്നു. ഹോർമോൺ ചേഞ്ചസിൻ്റെ ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അവൻ്റെ ശബ്ദം മാറി പുരുഷ ശബ്ദമാകുന്നത്. അപ്പോൾ അതോ ശബ്ദം നമ്മുടെ റിസോണൻസ് ഉണ്ടാകുന്ന ശബ്ദത്തിന്. ശബ്ദം നമുക്ക് ഇവിടുന്ന് മാത്രമല്ല തൊണ്ടേന്ന്. അതുപോലെ ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാകും. ഓരോ കഥാപാത്രം ബ്രീത്ത്. ഇപ്പം ഞാൻ പ്രായമാകുമ്പോഴും ഇപ്പം ഞാനിപ്പം അപ്പൂപ്പനായിട്ട് അഭിനയിച്ചപ്പോൾ ഇത്രയും ഇതിനകത്താണ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ സംസാരിക്കുമ്പോഴാണ് അതങ്ങനെ ഉണ്ടാവും. മനസ്സിലായി? അപ്പുപിള്ളക്കല്ല, അപ്പുപിള്ള കുറച്ചുകൂടെ ഒരു പരിഭ്രമം ഉണ്ട്. പരിഭ്രമം ഉള്ളിലുള്ള പരിഭ്രമം ആരെയും കാണിക്കുന്നുമില്ല. അത് ഇല്ല എന്നുള്ളതിന് തന്നെ ഒറ്റ ബ്രീത്തിന് ഉള്ളിൽ ആണോ ഇല്ല അറിയാൻ മേല പറഞ്ഞില്ലേ, ഇത്തരം കൊണ്ടായാലും ബ്രീത്ത് പോവുക. മറ്റേ സാധാരണ ഇല്ല പറഞ്ഞില്ല എന്താ എനിക്ക് എന്താ വേണ്ട, പിന്നെ എൻ്റെ ബ്രീത്ത് പിന്നെ ബാക്കിയുണ്ട്. എനിക്ക് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കുറേ നേരം ഒരു ബ്രീത്ത് കൊണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പുപിള്ളയ്ക്ക് പറ്റില്ല. അതാണ് അയാളുടെ പ്രശ്നം. എന്തുകൊണ്ട് അയാളുടെ ബ്രീത്ത് വ്യത്യാസം. അപ്പം ഞാൻ ഇങ്ങനെ മൈന്യൂട്ട്സ് തന്നെ എല്ലാം മാറണം. നമ്മളുടെ ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങളൊക്കെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിത് അപ്പുപിള്ള ഇങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കും എന്തൊക്കെയാണ് അതിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഞാൻ സ്വയം എന്നെ വിമർശിക്കും. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു
മറ്റേ ക്യാരക്ടർ എന്തായിരുന്നു, അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ദേശാടൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ഞാനെനിക്ക് ആദ്യം എൻ്റെ ജയരാജ് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന ആളോ അത് എന്ന് വെച്ചാൽ അന്ന് ഞാൻ കുറേ മസിലൊക്കെ ഉള്ള ഈ ഉള്ള ശരീരം, പിന്നെ അന്നാലും 8 ഇടിയും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെ അവിടെ ഞാൻ വരുന്നത് ഹാർബർ എന്നുള്ള സിനിമയുടെ സെറ്റിൽ നിന്നാണ് വരുന്നത്. ഹാർബറിനകത്ത് 8-10 ഫൈറ്റ് ഉണ്ട് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ജയ എനിക്ക് വല്ല കുട്ടിയുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്. അപ്പം ജയൻ ഷൂട്ടിംഗ് വരെ ഉറപ്പിച്ച് വെച്ച് എന്താ എന്നെ വിളിക്കുന്നത്, അത് വേറെ സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് തീർന്നിട്ടേ വരാൻ പറ്റുള്ളൂ, ചെയ്യണം എന്ന് ഫിക്സ് ചെയ്ത ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഒരു മനോരമയുടെ പത്രത്തിൻ്റെ ഒരു സെൻട്രൽ പേജിൽ കോട്ടക്കൽ ശിവരാമൻ എന്ന് പറഞ്ഞ കഥകളി നടൻ്റെ അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളാണ്. അതിൻ്റെ ഒരു സ്പെഷ്യലാണ്, സ്പെഷ്യൽ എഡീഷൻ ഉണ്ട് അങ്ങനെ പറ്റിയുള്ള. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിനകത്ത് എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത ഫോട്ടോ ഇങ്ങനെ മഹാത്മാഗാന്ധി ഇരിക്കുന്നില്ലേ സൈഡ് കഴിഞ്ഞിട്ട് കൈ കുത്തിയിട്ട്, മഹാത്മാഗാന്ധിയുടെ പോസ്റ്റർ അതുപോലെ ഇങ്ങനെ കൈ കുത്തിയിട്ട് ശരി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ രുദ്രാക്ഷത്തിൻ്റെ മാലയും പിന്നെ ആ ഫോട്ടോ പെട്ടെന്ന് എനിക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ മരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ, കാരണം ഫോട്ടോസ് കണ്ടല്ലോ. അവിടെയാണ് എനിക്കൊരു എന്തോ ഒരു തോന്നലുണ്ടായി. അപ്പൊ കഥകളി, പിന്നെ കഥകളി നടന്മാരായ കൊടമാളൂർ കരുണാകരൻ സാറ് ഇവിടെ തൊട്ടടുത്താണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അച്ഛനായിട്ട് വലിയ സുഹൃത്തുക്കൾ. കലാമണ്ഡലം കൃഷ്ണൻ നായർ സാറ്, അതൊക്കെ അദ്ദേഹം അച്ഛനുമായിട്ട് സംസാരിക്കാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും കഥകളി ഇല്ലില്ല, അച്ഛൻ കഥകളി പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്, കഥകളെ കുറിച്ച് അറിയാം. അപ്പൊ ഈ കൃഷ്ണൻ നായർ സാർ അച്ഛനോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണ് സാധകം മാത്രം പുള്ളി ഏകലോചനം ചെയ്യുന്ന ഒരു നടൻ അദ്ദേഹം ഉള്ളൂ എന്നാ പറയാ. ഒരു കണ്ണിൽ ഒരു ഭാവവും മറ്റു മുഖത്ത് വേറെ ഭാവവും വരുന്ന അഭിനയം, അത് വളരെ അനായാസമായിട്ട് വരുമായിരുന്നു അദ്ദേഹത്തിന്. ഈ കണ്ണിനകത്ത് വെളുപ്പിനെ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ആശാൻ വന്ന് വെണ്ണ കണ്ണിനകത്തിടും, എന്നിട്ട് ഇങ്ങനെ കണ്ണ് കറക്കും, ഇങ്ങോട്ട് കറക്കും അങ്ങോട്ട് കറക്കും, അങ്ങനെ ഇത് തന്നെ 3 വർഷം നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഈ കണ്ണ് സാധകം ചെയ്യുന്നത്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഓരോ കണ്ണുകൊണ്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എത്രമാത്രം അതിനകത്തൊരു അധ്വാനമുണ്ട്, അതൊരു ഡെഡിക്കേഷനുണ്ട് ഒരു കഥകളി നടനാവണമെങ്കിൽ. പിന്നെ ഈ ശ്ലോകങ്ങൾ മുഴുവൻ പഠിക്കണം, ഈ പുരാണ കഥകൾ മുഴുവൻ പഠിക്കണം, താളം അറിഞ്ഞിരിക്കണം, പാട്ടുകളെല്ലാം അറിഞ്ഞിരിക്കണം, രാഗങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ. പിന്നെ ഈ മുദ്രകളും ചവിട്ടുമായിട്ട് വ്യത്യാസമുണ്ട്. ആ മുദ്രകൾക്കനുസരിച്ചായിരിക്കും ചവിട്ട് വേറെ ആയിരിക്കും, വേറെ താളത്തിലായിരിക്കും ചവിട്ട് വരുന്നത്, മുദ്രകൾ വേറെ താളത്തിലായിരിക്കും. ഇതിന്റെ ഇത്രയും വലിയ മഹത്തരമായ ഒരു സാധനം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. എനിക്കിതിന്റെ ABCD അറിയാൻ പറ്റില്ല. പിന്നെ ഞാനങ്ങനെ കഥകളി ഇതാണ് എന്നെ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ തന്നെ താൻ. അപ്പം പിന്നെ ഞാൻ ഇയാളൊരു പതിസ്ഥനായിരിക്കും, അതായത് കുറേ വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ ചവിട്ടി തിരുമ്മൽ, പിന്നെ ഇതിന് പഠിക്കുക, വായിക്കുക, അങ്ങനെ മൊത്തത്തിലൊരു പതിസ്ഥനാകും. അപ്പോൾ നായുടെ നടപ്പിലൊക്കെ ഇതാണ് ഞാൻ എൻ്റെ ബേസ്. അപ്പം ഇയാൾ ഞാൻ ആ നിളയെ കൂടെ നടക്കുമ്പോഴൊക്കെ ആ നടപ്പുണ്ട്, കുട്ടിയെ കൊണ്ട് പോകുമ്പോഴും അതാണ് അതിനകത്ത് വേറെ ഒന്നുമല്ല, അല്ലാതെ എനിക്ക് കഥകളി അറിയാവും, കഥകളി ഉണ്ടല്ലോ. അപ്പോൾ കഥകളി നടൻ അങ്ങനെ ആയിരിക്കണം മൊത്തത്തിലുള്ള ലൈഫ് എന്നുള്ള അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വന്നോളും. അതിനുവേണ്ടി പിന്നെ അഡീഷൻ ആ ഒരു ബോധം നമ്മളുണ്ടാകുക. അതായത് പറഞ്ഞത് എൻ്റെ മനസ്സാണ്, ആ ബോധം നമ്മൾ സൃഷ്ടിച്ചാൽ മതി, അത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വരും തീർച്ചയായിട്ടും.